Hi dears, welcome again to literature. ഇന്ന് വളരെ രസകരമായ ഒരു കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് ലാ ബെലെ ഡേം സാൻസ് മേഴ്സി ബൈ ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സ് വളരെ ഹ്രസ്വമായ ഒരു കാലയളവിനകത്ത് കാൽപ്പനിക സാഹിത്യത്തിൻ്റെ ഇംഗ്ലീഷ് കാൽപ്പനിക സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു കവി അല്ലേ. 5-6 വർഷങ്ങൾ മാത്രമാണ് അദ്ദേഹം കവിതയുടെ മേഖലയിൽ വ്യാപരിച്ചിട്ടുള്ളൂ. വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ അവസാന 5-6 വർഷം മാത്രമാണ് കവിതയുമായി അദ്ദേഹം കവിതയിലൂടെ സംവദിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനിടയിൽ വളരെ ഗംഭീരമായ കവിതകൾ പലതും സമ്മാനിച്ച ഒരു കവിയാണ് ജോൺ കീറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു ബാലഡ് ഇനത്തിൽപ്പെടുത്താവുന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു കവിതയാണ് ലാ ബെലെ ഡേം സാൻസ് മേഴ്സി. ബാലഡ് എന്ന് വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ വിഭാഗക്കാർക്കിടയിൽ ഉണ്ടാകുന്ന നാടൻ പാട്ടുകൾ എന്ന് വിളിക്കാവുന്ന ഒരു ഐറ്റമാണ്. അത് ആരാണ് എഴുതിയതെന്നോ പലപ്പോഴും അറിയാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് രചയിതാവിനെ അറിയാം, ജോൺ കീറ്റ്സിന്റെ രചനയാണ്. പക്ഷെ ഇതിനകത്ത് ബാലഡ് ഇലമെന്റ്സ് ഒരുപാടുണ്ട്. ഇപ്പം നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സ്, പിന്നെ ദൈവികമായ ഒരു ക്വാസി ഡിവൈൻ എന്ന് വിളിക്കാവുന്ന കുറേ അമാനുഷിക സംഭവങ്ങൾ, പിന്നെ അതിശയോക്തിപരമായ നരേഷൻ, കഥ പറച്ചിൽ, ഇങ്ങനെ ഒരു കഥ പറയുന്ന ഒരു നാടൻ കഥ പറയുന്ന ഒരു അതിൻ്റെ പ്രത്യേക ഭാഷ, ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിൽ എഴുതിയ ബാലഡ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു കവിതയാണ് ലാ ബെലെ ഡേം സാൻസ് മേഴ്സി. ലാ ബെലെ ഡേം സാൻസ് മേഴ്സി എന്ന് വെച്ചാൽ ദ ബ്യൂട്ടിഫുൾ വുമൺ വിതൗട്ട് മേഴ്സി എന്നാണ് അർത്ഥം. കരുണയില്ലാത്ത സുന്ദരി. ഈ കവിതയിൽ ഒരു പട്ടാളക്കാരനെ വശീകരിക്കുന്ന ഒരു സുന്ദരിയുടെ അല്ലെങ്കിൽ വശീകരിക്കപ്പെട്ട ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ് പറയുന്നത്. ഇവിടെ യൂറോപ്യൻ മിഡിൽ ഏജസിലെ പോയട്രിയിൽ വളരെ സാധാരണമായൊരു ഫിഗറായിരുന്നു ഈ ഫെം ഫാറ്റൽ എന്ന് വിളിക്കുന്ന കോൺസെപ്റ്റ്. ആ ഫിഗർ അതെന്താ വെച്ചാൽ മാദക സൗന്ദര്യമുള്ള ഒരു സ്ത്രീ മറ്റുള്ളവരെ വശീകരിച്ച് അപകടത്തിൽപ്പെടുത്താൻ ശേഷിയുള്ള അത്രയും സൗന്ദര്യവതിയായ ഒരു ലേഡിയുടെ ഫിഗറാണ് ഈ ഫെം ഫാറ്റൽ എന്ന് വിളിക്കുന്ന ഫിഗർ. അങ്ങനെ ആ ഒരു ഫിഗർ ക്യാരക്ടറായി വരുന്ന 2 കവിതകളാണ് ജോൺ കീറ്റ്സ് എഴുതിയിട്ടുള്ളത്. അതിൽ വളരെ ഫേമസ് ആയ ഒരെണ്ണമാണ് ലാ ബെലെ ഡേം സാൻസ് മേഴ്സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സ്റ്റാൻസ 1. First stanza. Oh, what can ail thee, knight at arms, alone and palely loitering, the such as withered from the lake and no birds sing. Oh, what can ail thee, എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്നത്, നൈറ്റ് അറ്റ് ആംസ്, ആയുധധാരിയായ യോദ്ധാവേ. അപ്പോൾ യോദ്ധാവിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങയെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അലോൺ ആൻഡ് പെയിൻലി ലോയിറ്ററിങ്, തനിച്ച് ഒരു ഉത്സാഹവുമില്ലാതെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്താ. ഓക്കെ, പെയിൻലി എന്ന് വെച്ചാൽ ഉത്സാഹമില്ലാതെ, ലോയിറ്റ് അവിടെ ഇവിടെ വഴിയിൽ തങ്ങി നിൽക്കുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തങ്ങി നിൽക്കുക, അലഞ്ഞു തിരിയുക എന്നൊക്കെ അർത്ഥം, ലക്ഷ്യമില്ലാതെ നടക്കുക. The such as withered from the lake and no birds sing. പൊയ്കയിലെ പുൽച്ചെടികൾ പോലും മാഞ്ഞു പോയിരിക്കുന്നു, ഒരു കിളിയുടെ കൂജനം പോലും കേൾക്കാനില്ല. പിന്നെ എന്ത് കാണാനാണ്, എന്ത് ആസ്വദിക്കാനാണ് യോദ്ധാവെ അങ്ങിങ്ങനെ അലഞ്ഞു തിരിയുന്നത് എന്ന് ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. ഇദ്ദേഹം ചോദിക്കുന്നു, ഒരു സ്പീക്കർ ചോദിക്കുന്നു, യോദ്ധാവ് മറുപടി പറയുന്നു. അങ്ങനെയുള്ള ഒരു ഡയലോഗിൻ്റെ രൂപത്തിലാണ് ഈ കഥ പറയപ്പെടുന്നത്. അപ്പോൾ നൈറ്റ് അറ്റ് ആംസ് യോദ്ധാവിനോട്, ആയുധമണിഞ്ഞ യോദ്ധാവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഏകനായി വിഷണ്ണനായി അലയുന്നത്, ഇവിടെ കാണാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പ്രത്യേകതകൾ, പൊയ്കയിലെ പുല്ലുകൾ പോലും, ഒരുതരം പുല്ലാണ്, നനവുള്ള സ്ഥലത്ത് കൂട്ടമായി വളരുന്ന ഒരുതരം പുല്ലാണ്, ആ പുല്ലുകൾ പോലും വിതേടായി പോയിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. പിന്നെ എന്ത് കാണാനാണ്. അപ്പോൾ ഒരു കാലാവസ്ഥയുടെ ചേഞ്ചാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഫലപുഷ്ടമായ ആ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു, ഇനി വിന്റർ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ എന്ത് കാണാനാണ് ഇവിടെ അലയുന്നത് എന്ന ചോദ്യം. Second stanza. Oh, what can I ail thee, knight at arms, so haggard and so woebegone. ഇത്രയും ക്ഷീണിതനായി, ഇത്രയും ദുഃഖിതനായി എന്താണ് യോദ്ധാവെ അങ്ങയെ വേദനിപ്പിക്കുന്നത്. The squirrel's granary is full and the harvest is done. കൊയ്ത്തുകാലം കഴിഞ്ഞല്ലോ, അണ്ണാൻ്റെ ഗ്രാനറി പോലും, ധാന്യപ്പുര പോലും നിറഞ്ഞു കവിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും വിൻ്ററിലേക്കുള്ള സൂക്ഷിപ്പൊക്കെ എടുത്തു വെച്ച് എല്ലാവരും വീടിനകത്തേക്ക് പോയിരിക്കുകയാണ്. താങ്കൾ എന്താണ് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, എന്താണ് താങ്കളെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. I see a lily on thy brow,
അങ്ങയുടെ പുരികങ്ങളിൽ ഞാനൊരു വെളുത്ത ആമ്പൽ ഇതൾ കാണുന്നത് പോലെയുണ്ട്. വിത്ത് ആംഗിഷ് മോയ്സ്റ്റ് ആൻഡ് ഫീവേർഡ് ഡ്യൂ. അത് മോയ്സ്റ്റ് ആയിരിക്കുന്നത്, നനഞ്ഞിരിക്കുന്നത് ആംഗിഷ് കൊണ്ടാണ്, ദേഷ്യം കൊണ്ടാണ്. തീവ്രമായ ദേഷ്യം കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഒരാമ്പൽ പൂ, വെളുത്ത ആമ്പൽ പുഷ്പം നിങ്ങളുടെ നെറ്റിത്തടത്തിലുള്ളതുപോലെ. ആൻഡ് ഫീവേർഡ് ഡ്യൂ, പനി പിടിച്ചതിൻ്റെ ഒരു വിയർപ്പ് കണം. ഡ്യൂ എന്ന് വെച്ചാൽ മഞ്ഞുതുള്ളി അല്ലെ. അപ്പോൾ ഇവിടെ കമ്പാരിസൺ ആണ്. അമ്പൽ ഇതളിൽ ഇരിക്കുന്ന മഞ്ഞുതുള്ളിയെയും മോയിസ്റ്റിനെയും സ്പീക്കർ പറയുന്നത് എങ്ങനെയാണ്? ദേഷ്യം കൊണ്ടുണ്ടായ നനവ്, ഈർപ്പവും അതുപോലെ പനി പിടിച്ചുണ്ടായ വിയർപ്പ് തുള്ളി പോലത്തെ മഞ്ഞു കണവും നിൽക്കുന്ന ഒരാമ്പൽ പൂ, വെളുത്ത പൂ. വർണ്ണശബളമായ പൂവല്ല, അത് നിന്റെ നെറ്റിയിൽ കാണുന്നത് പോലെയുണ്ടല്ലോ. അപ്പൊ ദുഃഖം നിങ്ങളുടെ നെറ്റിയിൽ, നിങ്ങളുടെ പുരികക്കൊടികളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു എന്നാണ് ഈ പറയുന്നത്. ഓക്കെ. ആൻഡ് ഓൺ ദൈ ചീക്സ്, അങ്ങയുടെ കവിളുകളിൽ എ ഫേഡിങ് റോസ്, വാടിക്കൊണ്ടിരിക്കുന്ന ഒരു പനിനീർപ്പൂ. ഫാസ്റ്റ് വിതേർത്തു, അതും വളരെ വേഗം വാടിക്കൊണ്ടിരിക്കുന്നു, വളരെ വേഗം ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പനിനീർപ്പൂ. അത് പ്രണയത്തിന്റെ സിമ്പലായ പനിനീർപ്പൂവല്ല. കവിള് ചുവക്കുന്നത്, കവിള് റോസ് നിറമാകുന്നത് പ്രണയത്തിന്റെ ലക്ഷണമാണ് അല്ലെ. അപ്പൊ ഇവിടെ ആ പ്രണയത്തിന്റെ ലക്ഷണമായ റോസ് പൂ വിതറിങ്ങാണ് അല്ലെ, വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ദുഃഖം, അദ്ദേഹത്തിന്റെ ദുഃഖം മുഖത്ത് നോക്കി വിശദീകരിക്കുകയാണ് സ്പീക്കർ. ഇത്രയും ദുഃഖിതനായി വളരെ സുന്ദരമായ ഒരു ഇമേജറിയാണ് അവിടെ നൽകിയിട്ടുള്ളത്, ദുഃഖം വിശദീകരിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യോദ്ധാവേ, എന്താണ് അങ്ങയെ വേദനിപ്പിക്കുന്നത്? ഫോർത്ത് സ്റ്റാൻസ, 4ാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങുകയാണ്. ഐ മെറ്റ് എ ലേഡി ഇൻ ദ മെറ്റ്സ്. അവിടെ ഈ ശാദ്വല സ്ഥലങ്ങളിൽ, തീരങ്ങളിൽ ഞാനൊരു പെണ്ണിനെ കണ്ടുമുട്ടി. ഫുൾ ബ്യൂട്ടിഫുൾ, എ ഫെയറീസ് ചൈൽഡ്, അതിസുന്ദരിയായ ഒരുവൾ. എ ഫെയറീസ് ചൈൽഡ്, ഒരു അപ്സരസിന്റെ കുഞ്ഞെന്ന പോലെ, ഒരു അപ്സരസിന്റെ കുഞ്ഞ്, അതിസുന്ദരിയായ ഒരു ലേഡി. ഹെർ ഹെയർ വാസ് ലോങ്, നീണ്ട മുടിയുണ്ട്. ഹെർ ഫുഡ് വാസ് ലൈറ്റ്, വളരെ നൈർമല്യമേറിയ നിർമ്മലമായ പാദങ്ങളുണ്ട്. ആൻഡ് ഹെർ ഐസ് വർ വൈൽഡ്, വളരെ തീക്ഷ്ണമായ, ആളുകളെ പിടിച്ചു നിർത്തുന്ന കണ്ണുകളുണ്ട്. വൈൽഡ് എന്ന് വെച്ചാൽ വന്യമായ എന്ന് പറഞ്ഞാൽ പ്രണയം കൊണ്ട് വന്യമായ, പിടിച്ചു നിർത്തുന്ന, സ്ട്രോങ് ആയ എന്ന അർത്ഥത്തിലാണ്. Then next answer, I made a garland for her head. അവളുടെ തലയിൽ ചൂടാൻ ഞാനൊരു പൂമാല നെയ്തു. And bracelets ഞാൻ ഉണ്ടാക്കി. And fragrant zone, വളരെ സുഗന്ധപൂരിതമായ സോൺ എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ 2 പറഞ്ഞതും ഗാർലൻഡ് ആൻഡ് ബ്രേസ്ലെറ്റ് രണ്ടും അണിയാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പൊ അണിയാൻ പറ്റുന്ന സോൺ ഉണ്ട്. ബെൽറ്റ് പോലെ അരയിൽ അണിയുന്നതിനാണ് എന്ത് പറയുന്നത്, സോൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അരയിൽ അണിയാൻ പറ്റുന്ന ഒരു സുഗന്ധപൂരിതമായ, പൂക്കൾ കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് വിശ്വസിക്കാം ഫ്രാഗ്രന്റ് എന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരു ആഭരണവും ഞാൻ ഉണ്ടാക്കി. She looked at me as she did love. അവൾ എന്നെ നോക്കി, അവൾ പ്രണയത്തിലാണെന്നതുപോലെ. ആൻഡ് മെയ്ഡ് സ്വീറ്റ് മോൺ, പിന്നെ അവൾ വളരെ മധുരിതമായൊരു ശബ്ദമുണ്ടാക്കി. മോൺ എന്ന് പറഞ്ഞാൽ മൂളുക എന്നാണ് അർത്ഥം അല്ലെ. അങ്ങനെ ഒരു മധുരിതമായ, ആസ്വാദ്യകരമായ ഒരു മോർണിംഗ്, ഒരു മുരൾച്ച അവളിൽ നിന്നുണ്ടായി. ഐ സെറ്റ് ഹർ ഓൺ മൈ പേസിംഗ് സ്റ്റീഡ്, ഞാൻ അവളെ എൻ്റെ കുതിരപ്പുറത്ത് ഇരുത്തി. ഐ സെറ്റ് ഹർ ഓൺ മൈ പേസിംഗ് സ്റ്റീഡ്. പേസിംഗ് എന്ന് വെച്ചാൽ കൃത്യമായ അടികൾ, ചുവടുകൾ വെച്ച് സഞ്ചരിക്കുന്ന. സ്റ്റീഡ് എന്ന് വെച്ചാൽ ശക്തനായ കുതിര, പടക്കുതിരക്കാണ് സ്റ്റീഡ് എന്ന് പറയാറുള്ളത്. അപ്പൊ എൻ്റെ സ്റ്റീഡിന്റെ പുറത്ത് ഞാൻ അവളെ സെറ്റ് ചെയ്തു. ആൻഡ് നത്തിങ് എൽസ് സോ ഓൾ ഡേ ലോങ്, ആ ദിനം മുഴുവൻ ഞാൻ മറ്റൊന്നും കണ്ടില്ല, ഞാൻ അവളെ മാത്രമേ കണ്ടുള്ളൂ. ഒരു ദിനം മുഴുവൻ ഞാൻ അവളെ കൊണ്ട് ഈ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു, മറ്റൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം സൈഡ്ലോങ് വുഡ് ഷീ ബെൻഡ്, അവൾ കുതിരയുടെ ചായലിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചായും. സൈഡ്ലോങ് വുഡ് ഷീ ബെൻഡ്, വളയും. ആൻഡ് സിംഗ്, അവൾ പാട്ട് പാടും. എ ഫെയറി സോങ്, ഒരു അപ്സരസിന്റെ ഗാനം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പൈശാചികമായ എന്ന് പറയാൻ വയ്യ, എന്താ പറയുക, നമ്മുടെ ഭൂതങ്ങളുടെ പാട്ട് പോലുള്ള അപരിചിതമായ ഒരു ഗാനം, ഫെയറി സോങ്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. ഷീ ഫൗണ്ട് മീ റൂട്ട്സ് ഓഫ് relish sweet, വളരെ ആസ്വാദ്യകരമായ രുചികളുടെ അടിവേരുകൾ അവൾ എനിക്ക് കാണിച്ചു തന്നു. ഷീ ഫൗണ്ട് മീ റൂട്ട്സ് ഓഫ് relish sweet ആൻഡ് ഹണി വൈൽഡ്, കാട്ടുതേന്, ആൻഡ് മനാഡ്യൂ, വളരെ രുചികരമായ അമൃത് പോലത്തെ ഭക്ഷണം. മനാഡ്യൂ, മന എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത് ഇസ്രായേലി ജനതയ്ക്ക് ദൈവം ആകാശത്ത് നിന്ന് ഇറക്കിക്കൊടുത്ത ഭക്ഷണങ്ങളിൽ ഒന്നാണ് മന.
എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനിൽ വേണ്ട എല്ലാ പോഷണങ്ങളും നൽകിയ കോൺസെപ്റ്റ്. അപ്പോൾ ഈ മഞ്ഞ് എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ദൈവികമായ ഒരു ഭാവനയിലെ അല്ലെങ്കിൽ നമ്മുടെ കഥകളിൽ മാത്രമുള്ള ഇങ്ങനെ ദൈവികമായ കോൺസെപ്റ്റിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ളത് ബാലഡുകളിൽ കാണാറുണ്ട്. അപ്പോൾ ബാലഡിന്റെ സ്വഭാവം വരുത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചിലത്, അല്ലെ? അമൃത് കഥകളിലല്ലേ കേൾക്കാറുള്ളൂ, ഒറിജിനലി കിട്ടില്ലല്ലോ. ആൻഡ് ഷോ ഇൻ ലാംഗ്വേജ് സ്ട്രെയിൻസ്, തീർച്ചയായും വളരെ അപരിചിതമായ ഭാഷയിൽ ഷീ സെഡ്, അവൾ എന്നോട് പറഞ്ഞു, ഐ ലവ് ദി ട്രൂ, ഞാൻ സത്യമായും നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്നവൾ പറഞ്ഞു. അപരിചിതമായ ഭാഷയിൽ. പ്രണയത്തിന് ഭാഷയില്ലല്ലോ. എനിവേ ഷീ ടുക്ക് മീ ടു ഹർ എൽഫിൻ ഗ്രോട്ട്, അവളുടെ ഭൂതക്കുടിലേക്ക് അവൾ എന്നെ കൊണ്ടുപോയി. എൽഫിൻ ഗ്രോട്ട് പറഞ്ഞാൽ ഇവിടെ ചെറിയ ഒരു താമസ സ്ഥലം, ഒരു കുടിൽ എന്നർത്ഥം. And there she wept and sighed full sore. അവിടെ അവൾ കരഞ്ഞു. അവിടെ ചെന്നതിന് ശേഷം അവൾ കരഞ്ഞു. എന്തിന്? And sighed full sore, അതീവ ദുഃഖിതയാണെന്നതുപോലെ അവൾ നെടുവീർപ്പിട്ടു. അപ്പോഴും ഞാൻ എന്ത് ചെയ്തു? And there I shed her wild eyes, അവളുടെ വന്യമായ കണ്ണുകൾ, അവളുടെ സ്ട്രൈക്കിംഗ് ആയ നമ്മളെ പിടിച്ചു നിർത്തുന്ന കണ്ണുകൾ ഞാൻ പതിയെ അടച്ചു. വിത്ത് കിസസ് ഫോർ, എങ്ങനെ അടച്ചത്? വിത്ത് കിസസ് ഫോർ, ഈ രണ്ട് കണ്ണുകളിലും ചുംബനങ്ങൾ നൽകിയിട്ട് ഞാൻ അവയെ അടച്ചു. ഓക്കെ. Then and there she lulled me asleep, പിന്നെ അവൾ എന്നെ താരാട്ടുപാടി ഉറക്കി. ലൾ, താരാട്ടുപാടുക. ആൻഡ് ദ ഐ ഡ്രീംഡ്, പിന്നെയോ ഞാൻ സ്വപ്നം കണ്ടു. എന്താണ്? ഓ ബിറ്റൈഡ്, ദുഃഖം വന്ന് ഭവിച്ചിരിക്കുന്നത് നോക്കൂ. എന്താ സംഭവം? എന്താ ഞാൻ കാണുന്നത്? ലേറ്റസ്റ്റ് ഡ്രീം ഐ എവർ ഡ്രീംഡ് ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്, തണുത്തുറഞ്ഞ ഒരു കുന്നിൻ ചെരുവിൽ ഞാൻ അവസാനമായി കണ്ട സ്വപ്നം എന്തായിരുന്നു? ഒരു തണുത്തുറഞ്ഞ കുന്നിൻ ചെരുവിൽ ഐ സോ പെയിൽ കിങ്സ് ആൻഡ് പ്രിൻസസ് ടു, വിളറി വെളുത്ത ഉത്സാഹമില്ലാത്ത രാജാക്കന്മാരെയും കുമാരന്മാരെയും ഞാൻ കണ്ടു. പെയിൽ വാരിയേഴ്സ്, വളരെ വിളറി നിൽക്കുന്ന യോദ്ധാക്കൾ, ഉന്മേഷമില്ലാതെ നിൽക്കുന്ന യോദ്ധാക്കൾ. ഡെത്ത് പെയിൽ വേർ ദേ ഓൾ, വളരെ മോശമായ കണ്ടീഷൻ. അവർ ഡെത്ത് പെയിൽ, മരണത്തിനു സമാനമായ ക്ഷീണം, അതാണ് അവരുടെ മുഖങ്ങളിലുള്ളത്, അല്ലെ? അപ്പൊ അത്രയും ക്ഷീണിതരായി നിൽക്കുന്ന, ദുഃഖിതരായി നിൽക്കുന്ന, പെയിലായിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു. ആളുകളെല്ലാം കിങ്സ്, വാരിയേഴ്സ്, പ്രിൻസസ്, അവരെ ഞാൻ കണ്ടു. They cried, അവർ വിളിച്ച് കരയുന്നുണ്ട്. La Belle Dame sans mercy, കരുണയില്ലാത്ത സുന്ദരി. അവർ വിളിച്ച് കരയാണ്. ഈ രാജാക്കന്മാരും പ്രിൻസസും എല്ലാം വിളിച്ച് കരയുന്നുണ്ട്. ഇദ്ദേഹം സ്വപ്നത്തിൽ കേൾക്കുകയാണ്. La Belle Dame sans mercy, കരുണയില്ലാത്ത സുന്ദരി. Thee hath enthralled, നീ ഞങ്ങളെ ബന്ധനസ്ഥരാക്കിയല്ലോ, പ്രണയത്തിന്റെ കുരുക്കിൽ ഞങ്ങളെ കുടുക്കിയല്ലോ, അല്ലെ? ത്രോൾ എന്ന് വെച്ചാൽ അടിമപ്പണി, അല്ലെ? ഞങ്ങളെ അടിമകളാക്കി മാറ്റിയല്ലോ, ദാസ്യം. ഓക്കെ, അടിമത്തം, ഞങ്ങൾ അടിമത്തത്തിൽ കുടുക്കിക്കളഞ്ഞല്ലോ. നെക്സ്റ്റ് ആൻസർ, ഐ സോ their starved lips, ഞാൻ കണ്ടു അവരുടെ വിശന്നു വലഞ്ഞ അധരങ്ങൾ, വിശന്നിരിക്കുന്ന അധരങ്ങൾ ഞാൻ കണ്ടു. എന്തിനു വേണ്ടി വിശന്നതാണ് എന്ന് പറഞ്ഞില്ല. ഇൻ ദ ഗ്ലോം, ആ ഇരുൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ, വിഷാദമായ അന്തരീക്ഷത്തിൽ ഞാൻ കണ്ടു അവരുടെ വിശന്ന ചുണ്ടുകൾ. വിത്ത് ഹറിഡ് വാർണിംഗ് ഗേപ്ഡ് വൈഡ്, അവ വാ പിളർന്നതുപോലെ, ആ ഇരിപ്പ് അങ്ങനെ ഇരിക്കുകയാണ്, വാ പിളർന്നു പിടിച്ച വായികൾ. ഹറിഡ് വാർണിംഗ്, ഒരു ഘോരമായ, ഒരു ദുഃഖകരമായ, അല്ലെങ്കിൽ ഒരു ഭീകരമായ ഒരു വാർണിംഗ് എന്ന കണക്കെ. അപ്പൊ അവരുടെ ഇങ്ങനെ വിശന്നിരിക്കുന്ന ചുണ്ടുകൾ, വിശന്ന് വലഞ്ഞിരിക്കുന്ന ആത്മാക്കളാണ് അവരെല്ലാവരും, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള കുറെ ആളുകളെയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. ആൻഡ് ഐ അവാക്ക്, ഈ ദുഃഖകരമായ സ്വപ്നം കണ്ട് ഐ അവാക്ക്, ഞാൻ ഉണർന്നു. ആൻഡ് ഫൗണ്ട് മീ ഹിയർ, അങ്ങനെ ഞാൻ എന്നെ കണ്ടുമുട്ടുമ്പോൾ ഹിയർ, ഞാൻ ഇവിടെയാണ്. ഓൺ ദ കോൾഡ് ഹിൽ സൈഡ്, അങ്ങനെ ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ ഇതാ ഈ തണുത്തുറഞ്ഞു പോയ കുന്നിൻ ചെരുവിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ് തനിക്ക് സംഭവിച്ച ദുഃഖകരമായ സംഭവം എന്താണ് എന്ന് പറയാം. ആൻഡ് ദിസ് ഇസ് വൈ, ഇതുകൊണ്ടാണ് I sojourn here, ഞാനിവിടെ തങ്ങി നിൽക്കുന്നത്. alone and palely loitering, തനിയെ ദുഃഖിതനായി ഉത്സാഹമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. though the sedge is withered from the lake, പൊയ്കകളിലെ, അരുവികളിലെ, തടാകങ്ങളിലെ
വശങ്ങളിലുള്ള പുല്ലുകൾ പോലും വിതേർഡായി പോയിട്ടുണ്ടെങ്കിലും ആൻഡ് നോ ബേർഡ്സിങ്, ഒരു കിളിയും പാട്ടുമൂളുന്നില്ലെങ്കിലും കാണാനും ആസ്വദിക്കാനുമായി ചുറ്റുഭാഗത്തും ഒന്നുമില്ലെങ്കിലും ഈ നരച്ച ഭൂമിയിൽ ഞാനിങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരു ദുഃഖാനുഭവം എനിക്കുണ്ടായത് കൊണ്ടാണ്. ഇത് വളരെ ആസ്വാദികരമായി വായിച്ച് താളത്തിൽ വായിക്കാവുന്ന ഒരു കവിതയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ നാടൻ പാട്ടുകളിലുള്ള ഒരു കഥയ്ക്ക് സമാനമാണ് അല്ലേ? അതിന് ഫെയറി ഇലമെൻറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ദൈവികമായ ചില ക്വാസി ഡിവൈനായ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്, ഭൂതങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരു ബാലഡ് എന്ന കൂട്ടത്തിൽ ഗണത്തിൽപ്പെടുത്താവുന്ന രീതിയിൽ കീറ്റ്സ് എഴുതിയ വളരെ ശ്രദ്ധേയമായൊരു രചനയാണ് ലാ ബെലെ ഡെയിം സാൻസ് മെർസി. ഓക്കെ, ഇനിയും നമുക്ക് നല്ല രസകരമായ കവിതകളുമായി മറ്റെന്തെങ്കിലും ടോപ്പിക്കുകളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.